ത്രിയേക ദൈവത്തിന് സ്തുതി. മനന ശിഖരത്തിൻ്റെ ഈ ലക്കത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നോമ്പിൻ്റെ മനന ശിഖരത്തിലേക്ക് നമ്മൾ ആയിരിക്കുമ്പോൾ ഓരോ ധ്യാനവും ഓരോ ചിന്തകളും നമ്മുടെ മാനസാന്തരത്തിനും പുതുക്കത്തിനും നമ്മുടെ മനസമർപ്പണത്തിനുമൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നിന്ന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഹീറോ ഉണ്ണോണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംഭവകഥ 2-ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രകാരം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഫിലിപ്പീൻസിലേക്ക് നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും നീ നിന്നെ തന്നെ കൊല്ലുകയോ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, എന്നിൽ നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നിടം വരെയും നീ മുഖത്ത് വളരെ കൃത്യമായി നിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം എന്നും അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. യുദ്ധം പൂർത്തീകരിച്ച് കഴിഞ്ഞും അദ്ദേഹം ഈ വിവരം അറിയാത്തതും കൊണ്ട് 29 സംവത്സരങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഫിലിപ്പീൻസിൽ നിന്നും ജപ്പാനിലേക്ക് വീണ്ടും കൊണ്ടുപോകുവാനായിട്ട് ഇടയായത്. അദ്ദേഹത്തിൻ്റെ കമാൻഡിംഗ് ഓഫീസർ വന്ന് അദ്ദേഹത്തെ ഇത് അറിയിക്കുന്നിടം വരെയും അദ്ദേഹം യുദ്ധസന്നാഹത്തിലും യുദ്ധക്രമീകരണത്തിലും തൻ്റെ രാജ്യത്തിനോടുള്ള ഭക്തിയിലും ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ വായനാഭാഗത്തിൽ നമ്മൾ കാണുന്ന ഭാഗമാണ് ലാസറിൻ്റെ ഭവനത്തിൽ മാർത്തായും മറിയയും യേശുക്രിസ്തുവിനെ സ്വീകരിച്ച സംഭവം. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു ആ ഭവനം സന്ദർശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ മാർത്തയുടെയും മറിയയുടെയും അതേപോലെ തന്നെ ലാസറിൻ്റെയും അഗണ്യമായ ഭക്തി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാർത്തയ്ക്കും മറിയയ്ക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ഈ പെസഹായ്ക്ക് ശേഷം യേശു അവരോട് കൂടെ ഉണ്ടാകുകയില്ല എന്ന കാര്യം. ആയതുകൊണ്ട് തന്നെ അവരുടെ ഭക്തി ലോകക്രമങ്ങൾക്ക് ഉപരിയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകക്രമങ്ങൾക്ക് ഉപരിയാകുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ കർത്താവിനോടുള്ള ഭക്തി അവർക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിന് അടിസ്ഥാനമായത് ദൈവവചനത്തോടുള്ള ആഭിമുഖ്യവും തിരുരാജ്യത്തോടുള്ള താല്പര്യവുമാകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഭക്തി എപ്പോഴും ലോകക്രമങ്ങൾക്ക് ഉപരിയായിരിക്കുവാനായിട്ട് ഇടയാകണം. ഇവിടെ നമ്മൾ കാണുന്ന കാര്യമാണ്, മറിയ ഒരു പെർഫ്യൂം യേശുക്രിസ്തുവിൻ്റെ കാലുകളിലേക്ക് ഒഴുക്കുകയാണ്. തൻ്റെ ഭക്തി അറിയിക്കുന്നത് തൻ്റെ ദാനത്തിലൂടെയും തൻ്റെ ഔദാര്യത്തിലൂടെയും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നൽകുന്നതിലൂടെയുമാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പെർഫ്യൂം അവിടെ ഒഴിക്കുമ്പോൾ ആ മുറിയെല്ലാം അതിൻ്റെ മണം സുഗന്ധത്താൽ നിറയുന്നു. അവനവനെ നൽകാത്ത അല്ലെങ്കിൽ അവനവൻ്റെ വിഭവങ്ങളെ പങ്കുവെക്കാത്ത ഭക്തി വെറും പ്രഹസനമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മളെ തന്നെ നൽകുവാനായിട്ട്, നമ്മളെ തന്നെ ഒഴുക്കുവാനായിട്ട് നമ്മൾക്ക് താല്പര്യപ്പെടാം. അതോടൊപ്പം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, യൂദ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അതിനോടുള്ള ഒരു എതിർപ്പ് കാണിക്കുന്നു. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മറിയ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. നമ്മുടെ ഭക്തി ലോകക്രമപ്രകാരമുള്ള ലൗകികരായിട്ടുള്ള ആലോചനകൾക്കും നമ്മുടെ ചുറ്റുവട്ടങ്ങളുടെ ഒക്കെ ചിന്താഗതികൾക്ക് ഉപരിയും എതിരെയും ആയിരിക്കണം എന്ന് തന്നെ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഭക്തി എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളെ നിർബന്ധിക്കുകയാണ്. ഇവിടെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ദൈവ സ്നേഹം അത് ഭക്തിയുടെ ഒരു നിദാനമായി മാറി. ആ ഒരു ഭക്തിയുടെ പൂർണ്ണത അവരുടെ ജീവിതത്തിൽ ധന്യതയായി അവരെ ഓർക്കുവാനായിട്ടിടയായി. നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മളെ തന്നെ ലോകക്രമങ്ങൾക്ക് ഉപരിയായിട്ട് കാണുവാനും നമ്മുടെ ആത്മീയതയെ ദാനമായി ഔദാര്യമായി നൽകുവാനും അതേപോലെ തന്നെ നമ്മുടെ ലോകക്രമങ്ങളോടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഭക്തിയെ വിളവാക്കുവാനും ത്രിയേക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.